സന്തുഷ്ട കുടുംബം എന്ന പ്രസംഗ പരമ്പരയിലെ 9ാമത്തെ സന്ദേശം ഇവിടെ ആരംഭിക്കുന്നു. കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനം, ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. നമുക്കതിനു വേണ്ടി പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. 1 പത്രോസ് 3:7. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് അവിടുത്തെ വചനത്തിന്റെ മുൻപിൽ വരുവാൻ കൃപ തന്നതിനാൽ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അടിയൻ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, മാനസികമായി തളർന്നിരിക്കുന്നവരുണ്ട്, വിവിധ പ്രശ്നങ്ങളാൽ വലയുന്നവരുണ്ട്. സകലത്തിൻ്റെയും ഉടമസ്ഥനും സകലത്തെയും നിയന്ത്രിക്കാൻ അധികാരമുള്ളവനുമായ ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ജനത്തെ ഭരമേൽപ്പിക്കുന്നു. പ്രായം, ക്ഷീണം, രോഗം, ദുഃഖം, ഏകാന്തത ഇവയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ജനത്തെ താവേ തൃക്കൺ പാർക്കണമേ. മനുഷ്യന്റെ രക്ഷയ്ക്കും സൗഖ്യത്തിനും സമാധാനത്തിനും ഏക വഴി അവിടുത്തെ വചനമാണല്ലോ. ആകയാൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ അവരുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ശാന്തി ലഭിപ്പാൻ കൃപ ചെയ്യണമേ. ഞങ്ങളറിയാത്ത ദൈവശക്തി ഇതിനകത്തൂടെ വ്യാപരിപ്പാൻ കൃപ ചെയ്യണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണം. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെ ദൈവവചനം കേൾക്കുന്നതിനാൽ വളരെ നിങ്ങളെ അഭിനന്ദിക്കുന്നു, നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ തിരുവചനമല്ലാതെ മറ്റെന്താണ് ആശ്വാസത്തിന് വേണ്ടിയുള്ളത്? പണം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ പരിഹരിക്കാൻ മേലാത്ത പ്രശ്നങ്ങൾ എന്നെയും നിങ്ങളെയും അലട്ടുന്നു. ഇതിൻ്റെ നടുവിൽ നമുക്ക് ആശ്വാസത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനമല്ലാതെ മറ്റൊന്നുമില്ല. ആകയാൽ നമുക്ക് തിരുവചനത്തെ ശ്രദ്ധിക്കുന്നതിന് വീണ്ടും ഉത്സാഹിക്കാം. പെട്ടെന്നുള്ള ഒരു ഫലം ദൈവവചനത്തിലൂടെ ലഭിക്കുമെന്ന് നാം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ചില സമയത്ത് ദൈവം പെട്ടെന്നും സൗഖ്യമാക്കുന്നുണ്ട്. ഒരു ജീവിത ശൈലിയാണ് തിരുവചനത്തിലൂടെ നാം വളർത്തിയെടുക്കുന്നത്. മനുഷ്യരെല്ലാം പെട്ടെന്നുള്ള ഒരു സൗഖ്യം, പെട്ടെന്നുള്ള ഒരു ആശ്വാസം, പെട്ടെന്നുള്ള ഒരു ഉയർച്ച, പെട്ടെന്നുള്ള ഒരു വളർച്ച, പെട്ടെന്നുള്ള ഒരു അഭിവൃദ്ധി, ഇതിൻ്റെ പുറകെ ഓടുന്ന ഒരു കാലമാണ്. പക്ഷേ ഒരു 10 കൊല്ലം ഓടിക്കഴിയുമ്പോൾ മനസ്സിലാകും ഇതൊരു വ്യാജ തന്ത്രമാണ്, ഇതൊരു തട്ടിപ്പാണ്. പെട്ടെന്ന് തരാമെന്ന് പറയുന്നവർ പെട്ടെന്നും തരില്ല, വൈകിയും തരില്ല. എന്നാൽ ശാന്തമായി ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായ ഒരു ജീവിതം വാർത്തെടുത്താൽ ശരീരത്തിനും മനസ്സിനും നിലനിൽക്കുന്ന ശാന്തിയും സൗഖ്യവും ലഭിക്കുമെന്ന് മാത്രമല്ല, നിത്യജീവനെയും പ്രാപിക്കാൻ സാധിക്കും. ആകയാൽ ദൈവവചനം നാം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അതൊരു മാജിക് അല്ല. നിങ്ങൾ ഈ ടെലിവിഷന്റെ മുൻപിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു അത്ഭുതം നടന്ന അസാധാരണമായി വേറൊരു മനുഷ്യനായി മാറും എന്നൊക്കെ ഞങ്ങൾ നിങ്ങളോട് മോഹിപ്പിക്കുന്ന വാഗ്ദാനം തരുന്നില്ല. എന്നാൽ യേശുവിന് അത് കഴിയും. അത് മറ്റൊരു വിഷയം. ഉദാഹരണത്തിന്, രക്തം ഇങ്ങനെ വാർന്നു പോകുന്ന ഒരു രോഗി ഉണ്ടായിരുന്നു. അവൾ പല ഡോക്ടർമാരെ ചെന്ന് കണ്ടു. അപ്പം അവരൊക്കെ പറഞ്ഞ് രക്ഷയില്ലെന്ന് പറഞ്ഞു. വസ്തു അവർക്കുണ്ടായിരുന്നതൊക്കെ വിറ്റിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കി. കാരണം ജീവനാണല്ലോ വലുത്. ഒരു 10 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു, 1 ഏക്കർ വിറ്റു, ഒരു ഹോസ്പിറ്റലിൽ പോയി, ആ പൈസ തീർന്നു. വീണ്ടും 1 ഏക്കർ വിറ്റു, മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി. ഈ രോഗം എന്ന് പറയുന്നത് വളരെ ഭയങ്കരമാണ്. രോഗം വന്നാൽ പിന്നെ നമ്മുടെ ബലം ക്ഷയിച്ചു, നമ്മുടെ ആ ചിന്ത തന്നെ മാറി. പിന്നെ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടൊന്നും നമുക്കൊന്നും സാധിക്കില്ലെന്ന് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടം തുടങ്ങും. അപ്പോൾ പൈസ മുഴുവൻ അങ്ങനെ ആ സ്ത്രീ തീർത്തെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. തീർന്നു കഴിഞ്ഞപ്പോൾ
ഇനിയിപ്പോൾ എന്താ? ഇനി മരണം. ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ നരകിച്ച് മരിക്കുക. അങ്ങനെ കിടക്കുമ്പോൾ ഒരാൾ ആ സ്ത്രീയോട് പറയുകയാണ്, യേശു എന്നൊരു ആൾ ഇതുവഴി വരുന്നു, അവൻ ദൈവപുത്രനാണ്, അവൻ സൗഖ്യമാക്കിയ അനേകർ ഞങ്ങൾ കണ്ടു. അപ്പം മുടന്തൻ, കുരുടൻ ഒക്കെ ഈ സ്ത്രീയോട് പറഞ്ഞു. അപ്പോൾ അവളുടെ ഉള്ളിലൊരു ഭയങ്കര വിശ്വാസം കൊണ്ടായി. അവൾ ആരോട് പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ യേശു വരുന്ന കേട്ടു. ചെന്നപ്പോഴേക്കും ഭയങ്കര ആൾക്കൂട്ടമാണ്. അവൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷെ അവൾ മാത്രം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അവൾ വേഗത്തിൽ ചെന്നിട്ട് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കടന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൽ ഇങ്ങനെ തൊട്ടു. പെട്ടെന്ന് അവൾക്ക് ഒരു ഷോക്ക് ശരീരത്തിലുണ്ടായി. അവൾക്ക് മനസ്സിലായി സംതിങ് ഹാപ്പൻ, എന്തോ എൻ്റെ ശരീരത്തിൽ നടന്നു എന്ന്. പെട്ടെന്ന് അവൾ പുറകോട്ട് മാറി. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നൊരു ശബ്ദം. യേശു ശാന്തമായിട്ട് ചോദിക്കുന്നു, എന്നെ തൊട്ടത് ആരും? ആരും മിണ്ടുന്നില്ല. വീണ്ടും ചോദിച്ചു, എന്നെ തൊട്ടത് ആരും? അപ്പോൾ അടുത്ത് നിൽക്കുന്ന പത്രോസ് എന്ന് പറയുന്ന ആൾ പറഞ്ഞു, ഗുരു, ഭയങ്കര തിരക്കല്ലേ, ആരും തൊട്ടതല്ല, മുട്ടിയതാണെന്ന്. യേശു പറഞ്ഞു, ഞാൻ മുട്ടിയതാരാന്നല്ല ചോദിച്ചത്, തൊട്ടതാരാന്നാണ് ചോദിച്ചത്. തട്ടും മുട്ടും വേറെ, തൊടുന്നത് വേറെ. അത് പർപ്പസിലി തൊട്ടതാണ്. അപ്പോൾ സ്ത്രീ ഇത് കേട്ടു. സ്ത്രീ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഞാനാണ്. പേടിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഒന്ന്, ഞാനൊരു സ്ത്രീയാണ്, സ്ത്രീകൾക്ക് അങ്ങനെ വരാൻ പാടില്ല യഹൂദന്മാരുടെ ഇടയിൽ. രണ്ട്, ഞാനൊരു രോഗിയാണ്, രോഗികൾക്ക് ഒട്ടും വരാൻ പാടില്ല, എൻ്റെ രോഗം അങ്ങനെയുള്ള രോഗമാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും നിനക്കുണ്ടായ സൗഖ്യം എന്താന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത്ര വർഷമായി ഞാൻ രോഗിയാണ്, 12 വർഷമായിട്ട് ഞാൻ രോഗിയാണ്, എനിക്ക് എൻ്റെ വസ്തു മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കിയതാണ്, യേശു എന്നെ സൗഖ്യമാക്കി. ആ യേശു ഇന്ന് റിട്ടയർ ആയിട്ടിരിക്കുന്ന ഒരാളല്ല, യേശു ഇന്ന് ജീവിക്കുന്നു. അവന് ചേഞ്ച് ഇല്ല. ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ, ചേഞ്ച് ഇല്ലാത്തവനാണ്. മനുഷ്യരൊക്കെ പറയലേ, ഓ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാനെന്ന് പറയുമ്പം ഇന്ന് പറ്റില്ലെന്നാണ് എൻ്റെ അർത്ഥം. മനുഷ്യനെ കൊണ്ട് ഒരു സമയം മാത്രമേ കാഴ്ചപ്പാടുണ്ടാവത്തുള്ളൂ, ശക്തി ഉണ്ടാവത്തുള്ളൂ, പവർ ഉണ്ടാവത്തുള്ളൂ, ധൈര്യം ഉണ്ടാവത്തുള്ളൂ. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസ്താവന അങ്ങനെയല്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ, സെയിം എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ യേശു ഇന്നും ജീവിക്കുന്നു. നമ്മളിപ്പോൾ കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ഇരിക്കലും ദൈവവചനം കേൾക്കുന്ന പല ആളുകളുണ്ട്. രോഗികളായ ധാരാളം ആളുകൾ ഞങ്ങളുടെ വചനം കേൾക്കുന്നുണ്ട്. മനുഷ്യരെല്ലാം വിവിധ പ്രശ്നങ്ങളുള്ളവരും പ്രയാസങ്ങളുള്ളവരുമാണ്. നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ദൈവവചനത്തിന് കഴിയും. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളെ തൊടുകയും സൗഖ്യമാക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്നുള്ള സൗഖ്യവും ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും, അസാധ്യമല്ല. പക്ഷേ ബൈബിൾ ഒരു പ്രകൃതി വിരുദ്ധമായ ജീവിതമല്ല പഠിപ്പിക്കുന്നത്. പ്രകൃതി വിരുദ്ധം, അതായത് നിങ്ങൾ നാളെ മുതൽ ഭക്ഷണം കഴിക്കേണ്ട, നിങ്ങൾ ആകാശത്തിൽ ജീവിക്കാൻ ഞാൻ അനുവദിക്കും, അങ്ങനെയൊന്നും വേദപുസ്തകത്തിലില്ല. ഭൂമിയിൽ നിങ്ങളെ ജീവിക്കാൻ ഒരു പുതിയ ജീവിത ശൈലിയാണ് ബൈബിൾ നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം ബൈബിൾ പഠിച്ച് നിർത്തുന്നില്ലല്ലോ. ലൈഫ് മുഴുവനും ദൈവവചനം ധ്യാനിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അങ്ങനെ നാം ഇപ്പോൾ തുടർച്ചയായി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ചില പാഠങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മറ്റൊരു ചിന്തയിലേക്ക് നാം ഇന്ന് കിടക്കുകയാണ്. കുടുംബവും പ്രാർത്ഥനയും. കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനം. കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനത്തെക്കുറിച്ചുള്ള ഈ വചനം നിങ്ങൾ എടുത്തൊന്നുകൂടെ വായിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. 240 പേജാണ്. 1 പത്രോസ് 3 അധ്യായം 7 വാക്യം. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും ഓർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്തവർക്ക് ബഹുമാനം കൊടുപ്പി. അതായത് ചില കാര്യങ്ങൾ ചെയ്യണം. എന്തിനു വേണ്ടി? പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ വേണ്ടി. എന്തൊക്കെ ചെയ്യണം? വളരെ ബുദ്ധിയോടുകൂടെ ഭാര്യയോട് പെരുമാറുക, സംസാരിക്കുക, ഇടപെടുക, ഡീൽ ചെയ്യുക. എപ്പോൾ? പകൽ മുഴുവനും വളരെ ബുദ്ധിയോടുകൂടെ സംസാരിക്കുക, ഇടപെടുക. ഉഴപ്പരുതെന്നാണ് അതിൻ്റെ അർത്ഥം. ഉഴപ്പരുത്, കെയർലെസ് ആയിട്ട് നടക്കരുത്. എപ്പോഴും ഒരു കുടുംബനാഥൻ ഉഴപ്പാൻ അനുവാദമില്ല, വളരെ ശ്രദ്ധയുള്ളവനായിരിക്കും. നോക്കൂ, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ. അപ്പോൾ ഭർത്താവിനോടാണ് ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. അപ്പം പ്രാർത്ഥന, കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പ്രസക്തിയുണ്ട്. അത് തുടങ്ങേണ്ടതാരാ? കുടുംബനാഥൻ. അത് കൺട്രോൾ ചെയ്യേണ്ടതാരാ? കുടുംബനാഥൻ. അത് മുടങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാരാ? കുടുംബനാഥൻ.
അപ്പം കുടുംബനാഥൻ വളരെ ശ്രദ്ധിക്കണം കുടുംബ പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ. അതിന് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് അയാൾ ചില സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും, ചില കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. എന്താണ്? ഒന്ന്, അയാൾക്ക് എപ്പോഴും ഒരു ശ്രദ്ധ വേണം ഈ വിഷയത്തിലൊക്കെ. രണ്ട്, സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്തവർക്ക് ബഹുമാനം കൊടുക്കണം. വിശദീകരിക്കാം. സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം, ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവിടുത്തെ വിഷയം. അത് കഴിഞ്ഞ് റെസ്പെക്റ്റ് ആണ് അടുത്ത വിഷയം. അപ്പോൾ കുടുംബ പ്രാർത്ഥന, ഫാമിലി പ്രയർ, അത് ഒരു പ്രധാന വിഷയമായിട്ട് ഗ്രഹിക്കുകയും അതിനെ വേണ്ടി അതിനെക്കുറിച്ചുള്ള ബോധത്തോടുകൂടെ ജീവിതം നയിക്കുകയും ചെയ്യണം. എന്തായി പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം? അതായത് ഒരു വീട്ടിൽ വഴക്കുണ്ടായത് പേസ്റ്റ് ഉപയോഗിക്കുന്ന വിഷയത്തിലാണ്. പേസ്റ്റ്, നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ്, അതിൻ്റെ ആ ഓർഡർ അനുസരിച്ച് ഞെക്കിയെടുക്കണമെന്നാണ് ഭർത്താവിൻ്റെ താല്പര്യം. എന്നാൽ പുള്ളിക്കാരന് തേക്കാൻ വരുമ്പോഴെല്ലാം അതിൻ്റെ ആ ഉപയോഗിച്ച ഭാഗം കറക്റ്റ് ഞെക്കിയെടുത്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ നിർത്തും, എന്നിട്ട് അവിടുന്ന് ഞെക്കണം. അതാണ് പുള്ളിയുടെ നിർബന്ധം. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർ ഞെക്കിയതാണോ ഭാര്യ ഞെക്കിയതാണോ, പിറ്റേ ദിവസം പുള്ളി നോക്കുമ്പോൾ നടുക്ക് പിടിച്ച് ഞെക്കിയിട്ടുണ്ടാവും. അപ്പോൾ പകുതി താഴെ പകുതി മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇതിങ്ങനെ പറഞ്ഞ് ഈ മനുഷ്യൻ എന്നും ഇത് പറയാനേ നേരം. ഇയാൾ വരുമ്പോൾ പിന്നെ അത് ലെവൽ ചെയ്ത് വെക്കും. പിറ്റേ ദിവസം ആരാണ്ട് നടുക്ക് പിടിച്ച് ഞെക്കും. ഇത് പറഞ്ഞ് വഴക്കുണ്ടായി. അത് കോടതി വരെ വന്ന കഥയുണ്ട്. തുടക്കം പേസ്റ്റേലാണ്. അത് പറഞ്ഞ് അങ്ങ് അകലുക. നിന്റെ വീട്ടുകാരെ എനിക്കറിയാം, നിങ്ങളുടെ വീട്ടുകാരെ എനിക്കും അറിയാം. ഇത് പറഞ്ഞ് എവിടെ ചെന്നു? വീട്ടുകാരെ വരുത്തിച്ചു. തീർന്നില്ല. അപ്പോഴേക്കും അതൊരു അഭിമാന പ്രശ്നമായി. എന്താണ് ഇതിൻ്റെ കാരണം? ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചതാണ്. കുടുംബത്തിൻ്റെ ട്യൂൺ കളയരുത്, താളം തെറ്റിക്കരുത്. കുടുംബത്തിൻ്റെ താളം തെറ്റിയാൽ പ്രാർത്ഥന മുടങ്ങും. അപ്പൊ കുടുംബ പ്രാർത്ഥന എന്ന അതിപ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബ പ്രാർത്ഥനയുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സംഗതികൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, അതൊരു ഫെലോഷിപ്പാണ്. ഈ തിരക്ക് പിടിച്ച ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ആർക്കും ആരെയും അറ്റൻഡ് ചെയ്യാൻ സമയമില്ല, ആർക്കും ആരെയും മനസ്സിലാക്കാൻ സമയമില്ല, ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരമില്ല. എന്നിട്ട് ഇവരൊക്കെ കൂടെ, അപ്പനും അമ്മയും മക്കളും മാറി മാറി മനഃശാസ്ത്രജ്ഞനെ കാണുക, എന്നിട്ട് അവിടെ പോയി ഇവരുടെ ഹൃദയത്തിലുള്ളതെല്ലാം ഛർദ്ദിക്കുക. എന്താ കാര്യം? ആരും ആരെയും മനസ്സിലാക്കുന്നില്ല, ആർക്കും ആരോടും ഷെയർ ചെയ്യാൻ നേരമില്ല, ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. തിരക്ക് പിടിച്ച ഓട്ടമാണ്. എന്തിനോടുന്നു? കാശുണ്ടാക്കാൻ അല്ലേ? വാസ്തവത്തിൽ അതുപോലും അറിയില്ല, എന്തിനാ ഓടുന്നെന്ന് പോലും അറിയില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു ഭ്രാന്തിലാണ് മനുഷ്യൻ. ഭ്രാന്ത്. എല്ലാവരും ഓടുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഓടുന്നു. ഇത് തന്നെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു ബോധവൽക്കരണം ആവശ്യമുള്ളൊരു കാലമാണ്. ഒരുപാട് കാശൊന്നും വേണ്ട ഒരു മനുഷ്യന് ജീവിക്കാൻ. കാശുണ്ടാക്കി കഴിഞ്ഞ് ജീവിക്കാൻ ഒത്തില്ലെങ്കിലോ, ജീവിക്കാൻ മറന്നുപോയെങ്കിലോ? ഇതൊക്കെ ഞാൻ നിങ്ങളോടൊരു സുവിശേഷകൻ എന്ന നിലയിൽ തുറന്നു പറയട്ടെ. കുടുംബ പ്രാർത്ഥന എന്ന ഒരു സംഗതി ബൈബിളിൽ വെച്ചിരിക്കുന്നത്, കുറഞ്ഞ പക്ഷം നിങ്ങൾ എല്ലാവരുടെയും ഒന്ന് ഒരുമിച്ച് കൂടണം. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിൽ 7 മണിക്കൂർ ജോലി ചെയ്താൽ മതിയല്ലോ. 8 മണിക്കൂർ എന്നിരിക്കട്ടെ. ആരുണ്ട് 8 മണിക്കൂർ ജോലി ചെയ്യുന്നവർ? ചുരുക്കം ചിലരൊക്കെ ഉണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർ. ബാക്കി സമയമൊക്കെ അതിലെതിരെയെല്ലാം പോയല്ലോ. അരമണിക്കൂർ നിങ്ങളുടെ ഫാമിലി പ്രയറിന് വേണ്ടി മാറ്റിവെക്കാമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് എങ്ങും പോകേണ്ടി വരില്ല. നിങ്ങൾക്കൊരു സൈക്കാട്രിസ്റ്റിന്റെ സഹായം വേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് ആശുപത്രിയിലും അധികം സമയം കളയേണ്ടി വരില്ല. മനുഷ്യനാണ്, അത്യാവശ്യം വന്നാൽ പോകണം. മനുഷ്യന്റെ ശരീരത്തിന്റെ നിയമങ്ങൾ തെറ്റിയാൽ അതിനുള്ള പ്രതിവിധി കണ്ടുപിടിക്കണം. രോഗമുണ്ടല്ലോ, പ്രകൃതിയോടുള്ള ബന്ധത്തിൽ